മന്ത്രിസ്ഥാനത്തിൽ നിലപാട് ഘടിപ്പിച്ച് മാണി സി കാപ്പൻ ടേം വ്യവസ്ഥ അംഗീകരിക്കാൻ കഴിയില്ല, ഫുൾ ടൈം തരാമെന്ന വാക്ക് സതീശനും ചെന്നിത്തലയും പാലിക്കണമെന്നും മാണി സി കാപ്പൻ പ്രതികരിച്ചു. വി.ഡി. സതീശൻ തന്നെ വന്ന് പ്രസംഗിച്ചല്ലേ പാലയിൽ. മാണി സി കാപ്പൻ അങ്ങോട്ട് പോകുന്ന വണ്ടിയിലായിരിക്കില്ല, കൊടിവെച്ച വണ്ടിയിലായിരിക്കും തിരിച്ചു വരുന്നതെന്ന്. അങ്ങനെ വി.ഡി. സതീശൻ പ്രസംഗിച്ചു. അതുപോലെ രമേശ് ചെന്നിത്തല പുള്ളി കൺവെൻഷൻ വന്നപ്പം അദ്ദേഹം അത് തന്നെ പറഞ്ഞു, ഇത് പാലായ്ക്കൊരു വലിയ സമ്മാനം കിട്ടാനിരിക്കുന്നു. രണ്ടാളും ഇത് പറഞ്ഞതാണ്. ടേം വ്യവസ്ഥയിൽ അനൂപ് ജേക്കബും നിലവിൽ കലാപക്കൊടി ഉയർത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ആണ് ചേർന്നത്. ബിനിൽ, ഇതിപ്പോൾ ഇരുവരും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. രണ്ടുപേർക്കും ടേം വ്യവസ്ഥ വേണ്ട. അതേസമയം മന്ത്രിസ്ഥാനം നിലവിൽ മാണി സി കാപ്പൻ പറയുന്നതനുസരിച്ച് വി.ഡി. സതീശൻ വാക്കുപാലിക്കണം എന്നാണ് പറയുന്നത്. അദ്ദേഹം തന്നെ വാഗ്ദാനം ചെയ്തതാണ്. ഇവിടെ കൊടിവെച്ച കാറിൽ അദ്ദേഹം പോകും എന്നുള്ളതായിരുന്നു നേരത്തെ പാലായിൽ നിന്ന് പ്രസംഗിച്ചത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് നിലവിലെ ഒരു നിർണായക ചർച്ച, ഉച്ചയ്ക്ക് ശേഷം ചർച്ചയുണ്ട് എന്നാണ് നേരത്തെ മാണി സി കാപ്പൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയിലുള്ള എങ്ങനെ ഒരു സമവായത്തിലെത്താൻ ആയിരിക്കും സാധ്യത, എന്തായിരിക്കും മുന്നോട്ട് വയ്ക്കുന്ന സമവായ സാധ്യത? അപ്പോൾ ഈ ഘടകകക്ഷികളെ എങ്ങനെ അനുനയിപ്പിക്കും എന്നുള്ളതാണ് ചോദ്യം. അതിന് എന്തായിരിക്കും ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കുക? ഈ 2.5 വർഷം എന്നുള്ളതിൽ നിലവിൽ അങ്ങനെയാണോ കോൺഗ്രസിൽ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം? അത് തന്നെയായിരിക്കും, അതിൽ ഉറച്ച് നിൽക്കുകയാണോ നിലവിൽ കോൺഗ്രസും? അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ മാണി സി കാപ്പനും അതോടൊപ്പം അനൂപ് ജേക്കബും ചൂണ്ടിക്കാണിക്കുന്നത് CP ജോൺ ആദ്യമായിട്ടാണ് ഇവിടേക്ക് നിയമസഭയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം 5 വർഷവും ഉറപ്പിച്ച് നൽകുകയാണ്. അത് നീതിയല്ല എന്നൊരു കാര്യം അവർ ഈ യോഗത്തിനുള്ളിൽ പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ 5 വർഷം മന്ത്രിസ്ഥാനം എന്നത് അവകാശപ്പെട്ടതാണ് എന്നാണ് ഇപ്പോൾ അനൂപ് ജേക്കബും മാണി സി കാപ്പനും പറയുന്നത്. അതോടൊപ്പം തന്നെ മാണി സി കാപ്പൻ പറയുന്ന ഒരു കാര്യം, ആദ്യ 2.5 വർഷം, അതായത് 2.5 വർഷം ആദ്യം ആവുക അനൂപ് ജേക്കബാണ്, രണ്ടാമത്തെ ടൈമിലായിരിക്കും മാണി സി കാപ്പന് മന്ത്രിസ്ഥാനം ലഭിക്കുക. അങ്ങനെ 2.5 വർഷം കാത്തിരിക്കാൻ തയ്യാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ സമവായ ഫോർമുലയുമായി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് ഈ രീതിയിൽ തന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടിക്കാഴ്ചകളുണ്ടാകും. മാണി സി കാപ്പൻ ചോദിക്കുന്ന ഒരു കാര്യം ടീം UDF എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലൊക്കെ പറഞ്ഞത്. താനും അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ നീതി തനിക്ക് ലഭിക്കണം. സതീശനും രമേശ് ചെന്നിത്തലയും വന്ന് പ്രസംഗിച്ചപ്പോൾ കൃത്യമായി തന്നെ പറഞ്ഞതാണ് 5 വർഷം മന്ത്രിസ്ഥാനം എന്നാണ് അവർ പറഞ്ഞത്. ആ വാക്ക് പാലിക്കാൻ ഇരുവരും തയ്യാറാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങോട്ട് പോയ കാറിലല്ല, കൊടിവെച്ച കാറിലായിരിക്കും വരിക എന്ന് സതീശൻ പറഞ്ഞു. വലിയ സമ്മാനം കാത്തിരിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ വാക്കുകളെല്ലാം പാലിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് മന്ത്രിസ്ഥാനം 5 വർഷം വേണമെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് അവരുള്ളത്. ഇനിയും കൂടിക്കാഴ്ചകളുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഗവർണർ കാണാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അത് നീണ്ടുപോകാനും സാധ്യതയുണ്ട്. ഘടകകക്ഷികളുമായി ഒരു ചർച്ചയൊക്കെ ഇനിയുമുണ്ട്. അന്തിമ രൂപം വരണം. ഈ ചർച്ച പൂർത്തിയായാൽ, അതായത് 2.5 വർഷം ടൈം പൂർത്തിയായാൽ ആദ്യം അനൂപ് ജേക്കബിന് ലഭിക്കുന്ന ഭക്ഷ്യം സിവിൽ സപ്ലൈസ് അത് തന്നെയാണോ തനിക്ക് ലഭിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ ആശങ്കയുണ്ട്. അതൊക്കെ മാണി സി കാപ്പൻ ഈ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും അതൃപ്തിയിലാണ് രണ്ടുപേരും. വരുന്ന യോഗങ്ങളിൽ ഇനിയും യോഗങ്ങൾ നടക്കും. ആ കൂടിക്കാഴ്ചയിൽ, ഉഭയകക്ഷി ചർച്ചയിൽ ഈ അതൃപ്തി വീണ്ടും പറയാനും 5 വർഷം ആവശ്യപ്പെടാനുമാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ 2.5 വർഷം തന്നെ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. അങ്ങനെ തന്നെ ഇവരെ മയപ്പെടുത്തി കൊണ്ടുപോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.